ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്യൂട്ട് ഫ്ലവർ റിപ്പോർട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു പേപ്പർ ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴെ വരെ ഒന്ന് നേരൊക്കെ വരണം കൊടുക്കാം. അങ്ങനെ വരണം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മറ്റൊരു ഒരു ഭാഗമായിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നേരക്കൊന്ന് റൗണ്ടിൽ വരച്ച് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് വരക്കണം. നമ്മൾ നേരത്തെ വരച്ച ആ വര വരെയാണ് വരക്കാവ് കേട്ടോ. നമ്മൾ ആ വര വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സിസർ വെച്ച് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു വരയും കൂടെ വരച്ചു കൊടുക്കും കേട്ടോ. ഞാൻ ചെയ്ത പോലെ കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു സിസർ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്യാവൂ. മുകളിൽ നിന്ന് കട്ട് ചെയ്താൽ ഫുള്ളായിട്ട് പോയി പോകും കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തിങ്ങനെ നമ്മൾ നേരത്തെ വരച്ച വര വരെയാണ് കട്ട് ചെയ്യാവൂ. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇപ്പം 2 ഷേപ്പായിട്ടില്ലേ, അതിൻ്റെ നടു ഭാഗം മാത്രം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ ഡൗൺ ആയിട്ടൊന്ന് തിരിച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. അതിൻ്റെ ടോപ്പിലൊന്ന് ഇതുപോലെ ഞാൻ ഇപ്പോൾ മടക്കി പോലെ മടക്കി കൊടുക്കാം. നന്നായി മടക്കണം കേട്ടോ. വീണ് പോകാത്ത രീതിയിലാണ് നമ്മുടെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ മാർക്കറിൽ ആ മാർക്കർ വെച്ചതിന് ശേഷം നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു 1 മീറ്ററൊക്കെ വിട്ടതിന് ശേഷം നമ്മളിതുപോലെ വരച്ച പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഒന്ന് വരച്ച് കൊടുക്കണം. ഞാനിപ്പോൾ വരച്ച് കണ്ടില്ലേ, അതുപോലെ ആയിരിക്കണം. അധികം ട്രയാങ്കിൾ ആക്കണ്ട. ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വരച്ചത് ആ 2 ഭാഗവും ട്രയാങ്കിൾ ഷേപ്പിലേക്ക് കട്ട് ചെയ്യാം. താഴ്ന്ന മുകളിലൊന്നും വരുത്. നമ്മൾ ഈ സൈസിനനുസരിച്ച് തന്നെയാണ് വരാറോ, അല്ലെങ്കിൽ മറ്റേതൊക്കെ മുറിഞ്ഞു പോയാൽ നമുക്ക് അത് മര്യാദയ്ക്ക് കിട്ടില്ല. ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് വരച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിന് നമുക്ക് ഇതിൻ്റെ ടോപ്പ് നമ്മൾ മറ്റൊരു ഭാഗം ഉണ്ടല്ലോ റൗണ്ടിലാക്കിയിട്ടില്ല, അത് നമുക്കൊന്ന് കുഞ്ഞു രൂപത്തിൽ കെട്ടി തുടക്കാം. ഞാനിപ്പോൾ അവിടെ നിലത്ത് വെച്ച ഫ്ലവേഴ്സ് കാണുന്നില്ലേ, അതുപോലെ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന കാണുന്നില്ലേ, ഇതുപോലെ കുഞ്ഞു പോലെ ആയിട്ട് കട്ട് ചെയ്യേണ്ടത്. അധികം വെള്ളമായിട്ടാക്കിയിട്ട് കട്ട് ചെയ്യണ്ട. നമുക്ക് എത്തുന്ന മാതിരിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെയ്ത സൈസ് കാണുന്നില്ലേ, അതുപോലെ ആയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആ മാർക്കറിൻ്റെ ആടെയും കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിനെ ടോപ്പാക്കാൻ പഠിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ഓരോ വിരലും കൊണ്ട് ഓരോ തണ്ട് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കാം. താഴെ ഉള്ളത് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. നമുക്കൊരു ടേബിൾ മേൽ എവിടെയും വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ കയ്യിൽ വെച്ചിട്ടും അമർത്തി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് നമുക്കൊരു മാർക്കർ വെച്ചിട്ട് ഏത് ഷേപ്പിലും വരക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് കേട്ടോ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരക്കാം, ഇതുപോലെയും വരക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്യൂട്ട്നെസ് ആയിട്ടാണ് വരക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയില്ലേ, സോ ക്യൂട്ടായിട്ടില്ലേ, നല്ല ഭംഗിയില്ല. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ക്യൂട്ടായിട്ടില്ലേ, ഇതുപോലെ ഇനിയും ഒരുപാട് ആർട്ട്, പേപ്പർ ക്രാഫ്റ്റ് ആർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ. നിങ്ങളും ഇതുപോലത്തെ പേപ്പർ ക്രാഫ്റ്റ് കൊണ്ട് വല്ലതും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുള്ളവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് സോ ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ എന്തൊരു ഭംഗിയല്ലേ. ഇതുപോലത്തെ ഞാൻ ഒരുപാടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് 3 എടുത്തിട്ട് കാണിച്ചതാണ് കേട്ടോ ഇതിലായിട്ട്. അപ്പോൾ സോ ക്യൂട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ?
ഇഷ്ടമായവർ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.